എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക്. പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ. തൃശൂർ വാടാനപ്പള്ളിയിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ രാത്രിയുടെ മറവിൽ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ച CPM നേതാവ് കുടുങ്ങി. കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലിന്റെ ചിത്രം വച്ച് സേവ് കോൺഗ്രസ് എന്ന പേരിൽ ബോർഡ് സ്ഥാപിച്ചത് CPM നേതാവായ അരവശ്ശേരി മുഹമ്മദാണെന്ന് CCTV ദൃശ്യങ്ങൾ സഹിതം പുറത്തുവന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന്റെ ഭർത്താവ് കൂടിയാണ് ഇയാൾ. അല്പം ഇടവേള. ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രവർത്തകർ ഫ്ലക്സുകൾ മാറ്റുന്നതിനിടെയാണ് വാടാനപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം പുതിയ ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. പ്രദേശത്തെ CCTV ക്യാമറ തകരാറിലാണെന്ന് കരുതിയാണ് രാത്രിയിൽ ബോർഡ് സ്ഥാപിച്ചതെന്ന് സമ്മതിക്കുന്ന ഇയാളുടെ വാട്സാപ്പ് ഓഡിയോയും ഇപ്പോൾ പുറത്തായിട്ടുണ്ട്. സംഭവത്തിൽ വാടാനപ്പള്ളി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പോലീസിൽ പരാതി നൽകി. വിഷയത്തിൽ കടുത്ത പ്രതികരണവുമായി തൃശൂർ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് രംഗത്തെത്തി. പാതിരാത്രിക്ക് ബോർഡ് വെച്ചതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ദീപ്തസ്മരണ ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ ജീർണതയാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഒറ്റപ്പെട്ട സംഭവമായി ഇതിനെ കാണാൻ കഴിയില്ലെന്നും പാർട്ടി നേതൃത്വം ഇതിന് മറുപടി പറയണമെന്നും ജോസഫ് ടാജറ്റ് ആവശ്യപ്പെട്ടു. വാടാനപ്പള്ളിയിൽ ഫ്ലക്സ് വെച്ച സംഭവവുമായി ബന്ധപ്പെട്ട് പാതിരാത്രിയിൽ ഫ്ലക്സ് വെച്ചതുകൊണ്ട് 102ന്റെ ശോഭ കെടുത്താനോ ഉമ്മൻചാണ്ടി സാറിൻ്റെ ദീപ്തസ്മരണ ഇല്ലാതാക്കാനോ സാധിക്കില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജീർണതയുടെ മുഖമാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. ഒരു ഉത്തരവാദിത്തപ്പെട്ട CPM പ്രവർത്തകനാണ് ഈ കാര്യം ചെയ്തത്. അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ ഷൈന മുഹമ്മദിൻ്റെ ഭർത്താവാണ്. ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി എന്ന് മാത്രമല്ല, അവരുടെ CPMൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അദ്ദേഹത്തിൻ്റെ ഓഡിയോ സന്ദേശവും വന്നിട്ടുണ്ട്. അങ്ങനെ പരസ്യമായി പറയണമെന്നുണ്ടെങ്കിൽ ഇത് നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി തന്നെയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ കാര്യത്തെക്കുറിച്ച് CPMൻ്റെ നേതൃത്വം അവരുടെ നിലപാട് വ്യക്തമാക്കണം. 10 വർഷത്തെ ഭരണത്തിൽ മനംനൊന്താണ് പിണറായി വിജയൻ്റെ സർക്കാരിനെ ജനമനസ്സുകളിൽ നിന്ന് തള്ളിവിട്ട് തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത്. ഇനിയെങ്കിലും CPM ഇത്തരം കാര്യങ്ങളിൽ നിലപാട് വ്യക്തമാക്കിയില്ലെങ്കിൽ സംസ്ഥാനത്ത് തന്നെ CPM പൊടി പോലും ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് കടന്നുപോകുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ CPM നിലപാട് വ്യക്തമാക്കണം. മാത്രമല്ല, ഇത് ഇത്തരത്തിലൊരു ബോർഡ് വെച്ചതിലൂടെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, നമ്മളുടെ ശത്രുപക്ഷത്തുള്ള അവിടെ ഒരു വിപ്ലവം സൃഷ്ടിക്കാനാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ പ്രശ്നങ്ങളുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ ഗ്രൂപ്പിൽ തന്നെ പറയുന്ന അവരുടെ ഗ്രൂപ്പിൻ്റെ അദ്ദേഹത്തിൻ്റെ ഓഡിയോയിൽ വരുന്നുണ്ട്, മത്സരിച്ച സ്വന്തം സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവരെ സ്വന്തം പാർട്ടിയിലെ പ്രശ്നങ്ങൾ ആദ്യം തീർക്കട്ടെ. സ്വന്തം കണ്ണിലെ മരക്കഷ്ണം നീക്കിയിട്ടാകാം മറ്റുള്ളവരുടെ കണ്ണിലെ കരട് നീക്കൽ എന്നാണ് ഈ കാര്യത്തെക്കുറിച്ച് പറയാറ്. Thank you.